ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്, നിങ്ങളുടെ വ്യക്തിയെ കുറിച്ചാണ്. നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനായിട്ട് അവരെ അത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ മെത്തേഡ്, അതുപോലെ തന്നെ സ്പെൽ വർക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അതൊന്നും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥന, മെഡിറ്റേഷൻസ് അങ്ങനെയും ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രാർത്ഥനകളുടെയൊക്കെ ഭാഗമായിട്ട് നിങ്ങളുടെ വ്യക്തിയിൽ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? അവരിൽ എന്തെങ്കിലും രീതിയിലുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ടോ? ഓക്കെ, ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആണ്, പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന എനർജീസ്, ക്ലൂസ് അതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾ മാച്ച് ആണോ എന്ന് നോക്കുക. മാച്ച് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ പോസിറ്റീവായ കാര്യങ്ങളെ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു വീഡിയോ മുഴുവനായി തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക, പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രമേ തിങ്ക് ചെയ്യാവുള്ളൂ. നെഗറ്റീവ് തോട്ട്സ് ഒന്നും നിങ്ങളുടെ മൈൻഡിലേക്ക് ഈ ഒരു സമയത്ത് വരാതിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു പേഴ്സന്റെ മുഖം മനസ്സിലേക്ക് ഓർക്കുക, അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെന്റ്സ് എല്ലാം മൈൻഡിലേക്ക് കൊണ്ടുവരിക, അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട് ആദ്യമേ തന്നെ. അപ്പൊ നിങ്ങളുടെ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മെഡിറ്റേഷൻസിന്റെ ഭാഗമായിട്ട് സ്പെൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലാണോ ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ഏത് രീതിയിലാണെങ്കിലും ആ ഒരു പേഴ്സണ് ഈ ഒരു സമയത്ത് ചേഞ്ചസ് സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ആദ്യത്തെ കാർഡിൽ കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ഏഞ്ചൽസിന്റെ സപ്പോർട്ടോട് കൂടി, അതായത് ഈ ഒരു യൂണിവേഴ്സിന്റെ, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സപ്പോർട്ടോട് കൂടി തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ ഒരു ട്രാൻസ്ഫോർമേഷന് തയ്യാറാവുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി കാർഡുകൾ കൂടെ എടുത്തിട്ട് കംപ്ലീറ്റ് പറയാം. ദ ഔട്ട്സൈഡർ വന്നിട്ടുണ്ട്. ഇന്റൻസിറ്റി, the fool, sharing, moment to moment, the creator, awareness, creativity, existence, patience,
integration, letting go, courage, healing, experiencing, innocence, the lovers. ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് അബണ്ടൻസ് ആണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു പ്രാർത്ഥന കാര്യങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണെന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് ഈ ഒരു ടൈമിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുമായിട്ട് നിങ്ങൾ മാറി നിൽക്കുകയാണ്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നതും അതിന് വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതും. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ആ ഒരു പേഴ്സൺ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ പോകാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ വന്നിരിക്കുന്നത് അനുസരിച്ചിട്ട് ദ ഔട്ട്സൈഡർ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള കാരണമായിട്ട് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. ഓക്കെ, ഒരു തേർഡ് സിറ്റുവേഷൻ, മറ്റൊരു വ്യക്തി നിങ്ങളുടെ ബന്ധത്തിലേക്ക് കയറിയതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് ഉള്ള പ്രശ്നങ്ങളുടെ കാരണം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ആ ഒരു പേഴ്സൺ മാറിപ്പോയത്. അങ്ങനെ മാറിപ്പോയെങ്കിലും നിങ്ങൾ ഈ ഒരു ടൈമിൽ ഒരുപാട് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ അവർ മാറിപ്പോയ ആ ഒരു സമയം മുതൽ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും മെഡിറ്റേഷൻസ് അതുപോലെ മാനിഫെസ്റ്റേഷൻ സ്പെൽ വർക്ക് ഇതെല്ലാം തന്നെ നിങ്ങൾ ചെയ്യുന്നത് ഈ ഒരു പേഴ്സൺ എങ്ങനെയെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ കടന്നു വരാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ അത്രമാത്രം സ്നേഹിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ ഇവർക്കൊരു മാറ്റം ഉണ്ടാകാൻ തന്നെയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി ഒരു ട്രാൻസ്ഫോർമേഷന് തയ്യാറാവുകയാണ്. കാരണം അവർക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഡെപ്ത് ഈ ഒരു ടൈമിൽ മാറി നിന്ന സമയത്താണ് അവർക്ക് കൂടുതലായിട്ട് അവരുടെ മൈൻഡിലേക്ക് കയറിയിരിക്കുന്നത്. കാരണം നമുക്കിവിടെ ഇന്റൻസിറ്റി ആണ് കിട്ടിയിരിക്കുന്നത്. കാരണം നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിന്റെ ആ ഒരു തീവ്രത, എത്രമാത്രം തീവ്രമായ ഒരു സ്നേഹമാണ് നിങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് എന്നുള്ളത് നിങ്ങളുടെ ഒരു എന്താ പറയാ, നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലേക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു മാനിഫെസ്റ്റേഷൻ സ്പെൽ വർക്ക് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇന്നർ സോളിൽ നിന്നുള്ള ഒരു വൈബ്രേഷൻസ് ഇവരിലേക്ക് വളരെയധികം പോസിറ്റീവായിട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ടൈമിൽ ആ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് നിങ്ങൾ കണ്ടിന്യൂ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, ഈ ഒരു വ്യക്തിക്ക് എന്തായാലും നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന്റെ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ തീവ്രത ഭയങ്കരമായിട്ട് മനസ്സിലേക്ക് അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അലയടിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവർക്കൊരു മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇവരുടെ ചിന്തകളെല്ലാം ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഫൂൾ ആണ് വന്നിരിക്കുന്നത്. ഇവർക്കൊരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് വേണം. നിങ്ങളിലേക്ക് തരാനായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഈ ഒരു പേഴ്സന്റെ കയ്യിലൊരു വെളുത്ത പുഷ്പം ഇരിക്കുന്നത്. ഈ ഒരു വ്യക്തി ആ ഒരു പുഷ്പവുമായിട്ട് നിഷ്കളങ്കതയോട് കൂടി തന്നെ നിഷ്കളങ്കമായ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തരണം. കാരണം ഇവരുടെ ഉള്ളിലുള്ള ഒരു നെഗറ്റീവ് തോട്ട്സ് എല്ലാം തന്നെ ഇപ്പോൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കഴുകി പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ഡിവൈൻ ഇടപെടൽ മൂലം ഇവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു പുതിയ തുടക്കം എന്തായാലും വേണം. ആ ഒരു പുതിയ തുടക്കത്തോടു കൂടി തന്നെ വേണം ഇനി നിങ്ങളുടെ ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. അതോടൊപ്പം തന്നെ ഇതുവരെ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെച്ചിരുന്നു എങ്കിൽ ആ കാര്യങ്ങളുടെ എല്ലാം സത്യസന്ധത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഷെയറിംഗ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അവരുടെ ലൈഫിൽ അവരൊരു തെറ്റ് ചെയ്തു പോയ വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ കയറ്റം നിങ്ങളുടെ ബന്ധത്തിന്റെ ഇടയിലേക്ക് വന്ന ഒരു കടന്നു കയറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് ഈ ഒരു തേർഡ് പാർട്ടിനെ അല്ല വേണ്ടത്. അവരുടെ ലൈഫിൽ അവർക്ക് വേണ്ടത് നിങ്ങളെ തന്നെയാണ്. കാരണം നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ തീവ്രത അത്രത്തോളം വലുതായത് കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്രയും വേഗം കടന്നു വന്നിട്ട് ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ടുള്ള ജീവിതത്തിന്റെ കാര്യത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യണം, നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം. അതായത് നിങ്ങൾക്കിടയിൽ ഇനി ഒരു ഹൈഡ്നെസ് കാര്യങ്ങളോ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. കാരണം അവരുടെ എനർജി അത്രത്തോളം ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ അവർക്ക് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് മൊമെന്റ് ടു മൊമെന്റ് ആണ്.
ഓരോ നിമിഷവും അല്ലെങ്കിൽ അവരുടെ മുന്നിലേക്കുള്ള ഓരോ ഘട്ടത്തിലും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ് ഇപ്പോ. കാരണം അവർ ഒരുപാട് ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആരൊക്കെ അവരുടെ കൂടെ ഈ ഒരു സമയത്ത് ഉണ്ടെങ്കിലും, അവരുടെ കൂടെ അവരുടെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഉണ്ടായിരിക്കാം, ആരൊക്കെ അവരുടെ കൂടെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഒരു കുറവ് ആ ഒരു വ്യക്തിക്ക് ഒരു ശൂന്യത തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഓരോ നിമിഷത്തിലും അവർ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ക്രിയേറ്റർ ആണ് വന്നിരിക്കുന്നത്. അവർ അവരുടെ മൈൻഡിൽ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും, നമുക്കിവിടെ ക്രിയേറ്ററും ക്രിയേറ്റിവിറ്റിയും വന്നിട്ടുണ്ട്. അവർ മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെക്കുറിച്ചിട്ട്. അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ അവർ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ നിങ്ങളിലേക്ക് വരുന്നതും നിങ്ങളോട് മിണ്ടുന്നതും നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും മുന്നോട്ടേക്കുള്ള ലൈഫും ഇതെല്ലാം തന്നെ അവർ മനസ്സിലിട്ട് ചിന്തിച്ചിട്ട് ഒരു സ്വപ്നം പോലെ അവർ ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുന്നു. അത് പ്രാബല്യത്തിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് അവർ ക്രിയേറ്റിവിറ്റി അവർ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് പ്രാബല്യത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്, അത് genuine ആയിട്ട് നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനു വേണ്ടി എന്തും ചെയ്യാനായിട്ട് ആ ഒരു person ഇപ്പോൾ തയ്യാറാവുകയാണ്. അതിനു വേണ്ടി അവർ ആദ്യമേ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ തന്നെ transformation period കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നു. okay, അവർക്ക് തന്നെ ഒരു മാറ്റം ഉണ്ടാകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളുടെ അടുത്തൊരു സത്യസന്ധത പുലർത്തണം എന്ന് ആ ഒരു വ്യക്തി ഇപ്പോൾ എന്തായാലും അവർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ഒരു ഉപബോധ മനസ്സിന് ഒരു ഉണർവ് വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. awareness ആ വന്നിരിക്കുന്നത്. അവരുടെ ചിന്തകൾക്കൊക്കെ ഒരു clarity വന്നിരിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ ഒരു negative thoughts, ഒരു നെഗറ്റിവിറ്റിയിലാണ് ആകെ നിന്നിരുന്നത്. ഈ ഒരു third person അവരുടെ ലൈഫിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ thoughts എല്ലാം ഭയങ്കര ബ്ലോക്ക് ആയിട്ട് അവർ ആകെ ഒരു നെഗറ്റീവ് മൈൻഡിലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവർക്ക് ഒരു ഉപബോധ മനസ്സ്, അവരുടെ അവബോധം ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെ അവരും ഇപ്പോൾ ഒരുപാട് മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു വ്യക്തിയും ശാന്തമായിട്ട് ഇനി മുന്നോട്ടേക്ക് പോകണം, ആവശ്യമില്ലാത്ത നെഗറ്റിവിറ്റിനെ എല്ലാം ലൈഫിൽ നിന്ന് ഒഴിവാക്കി കളയണം, ആ ഒരു ചിന്തയാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് എക്സിസ്റ്റൻസ് ആണ്. അവരുടെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ചേരുമ്പോൾ തന്നെയാണ് പൂർണ്ണമാകുന്നത്. ഇപ്പോൾ അവർ തീർത്തും ഒറ്റക്കാണ്. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ആകാശവും അല്ലെങ്കിൽ ഈ ഒരു ഭൂമിയുടെ താഴെ അവർ തീർത്തും ഒറ്റയ്ക്കിരിക്കുന്ന ഒരു അവസ്ഥ. കൂട്ടിന് ആരുമില്ല, അല്ലെങ്കിൽ ഒന്നും ഷെയർ ചെയ്യാൻ പോലും ആരും ഇല്ലാത്തൊരവസ്ഥ. അത് അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ ഇതുവരെ അവരുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സന്റെ ആ ഒരു അഭാവം അവരെ തീർത്തും ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ അവരുടെ ഒരു നിലനിൽപ്പ് മുന്നോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണം. നിങ്ങൾ അവരുടെ കൂടെ തന്നെ ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് പേഷ്യൻസ്, അവർക്കിപ്പോൾ വളരെയധികം പേഷ്യൻസ് കൈവന്നിരിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അവർ ശാന്തമായി തന്നെ ഇരുന്നുകൊണ്ട് അവരെ തന്നെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു വീണ്ടുമുള്ള യോജിപ്പിലേക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. okay, കാരണം അവർ ചിന്തിക്കുന്നത് അവരുടെ ലൈഫിൽ നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ടുള്ള സ്നേഹം, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമുള്ള സ്നേഹം ചേർത്ത് വെക്കുമ്പോൾ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ എന്നാണ്. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇന്റഗ്രേഷൻ ആണ്. ഈ ഒരു പകലും രാത്രിയും ചേരുമ്പോഴാണ് ആ ഒരു എന്താ പറയാ ഭൂമിയുടെ ഒരു നിലനിൽപ്പ് വരുന്നത്. പകല് മാത്രമായിട്ടുണ്ടെങ്കിലും നിലനിൽപ്പില്ല, അതുപോലെ രാത്രി മാത്രമായിട്ടുണ്ടെങ്കിലും നിലനിൽപ്പില്ല. സൂര്യനും ചന്ദ്രനും എന്നതുപോലെ. സൂര്യനില്ലെങ്കിൽ ചന്ദ്രനില്ല, ചന്ദ്രനില്ലെങ്കിൽ സൂര്യനില്ല. അതുപോലെയാണ് നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് ഒന്നിച്ചു ചേരുമ്പോൾ മാത്രമേ ഈ ഒരു ജീവിതത്തിന് ഒരു വർണ്ണതയുള്ളൂ, അല്ലെങ്കിൽ ഒരു ഭംഗിയുള്ളൂ, അല്ലെങ്കിൽ അത് അത്രത്തോളം മനോഹരമാവുകയുള്ളൂ. ആ ഒരു ചിന്തകള് ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കാരണം ഈ ഒരു വ്യക്തിയുടെ മനസ്സിന്റെ മാറ്റത്തിനേക്കാൾ ഉപരി, അല്ലെങ്കിൽ അവരുടെ മനസ്സ് മാറിയതിന്റെ കാരണം തീർച്ചയായിട്ടും നിങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു സമയത്ത് എത്ര പേരാണോ ഈ ഒരു കാര്യത്തിന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ ആഗ്രഹിക്കുന്നവർക്ക്, okay, അപ്പൊ ഈ ഒരു റീഡിംഗ് കാണുന്ന വ്യക്തികളിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യങ്ങളിലൂടെയാണ് കടന്നുപോയത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. അവർക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ചിന്തകളൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥന, വഴിപാടുകൾ, മാനിഫെസ്റ്റേഷൻ, സെൽ വർക്ക്, അഫർമേഷൻ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങളുടെ ഒരു പോസിറ്റീവ് എനർജി ഇവരിലേക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ ഒരു മനസ്സിന്റെ ഒരു തീവ്രമായ സ്നേഹം ഇവരിലേക്ക് തിരിച്ച് അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വൈബ്രേഷൻ ആണ്, ഇതൊരു ടെലിപ്പതി കണക്ഷൻ ആണ്. okay, അതുപോലെ തന്നെ ഇവരിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇവരുടെ ലൈഫിൽ നിൽക്കുന്ന നെഗറ്റീവ് തോട്ട്സ്, അല്ലെങ്കിൽ നെഗറ്റീവ് സിറ്റുവേഷൻസ്, നെഗറ്റീവ് പേഴ്സൺസ് ഒക്കെ, അതൊക്കെ ആര് തന്നെയാണെങ്കിലും അതിൽ നിന്നെല്ലാം തന്നെ ലെറ്റിംഗ് ഗോ, അതൊക്കെ വിട്ടു പോവുക. ആ ഒരു തീരുമാനം തന്നെ സ്ട്രോങ് ആയിട്ട് എടുത്തിരിക്കുകയാണ് ഇവര്.
ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇനി എനിക്കിവിടെ നിൽക്കണ്ട. കാരണം ഇവരുടെ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ സ്ഥലമല്ല, അല്ലെങ്കിൽ ഇവരുടെ ഒരു ജീവിതത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് ഇതല്ല. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഈ ഒരു നെഗറ്റീവ് സിറ്റുവേഷനെ പൂർണ്ണമായും ഉപേക്ഷിച്ച് പോകാനാണ് ഇവർ തയ്യാറെടുത്തിരിക്കുന്നത്. കാരണം അവർ ആഗ്രഹിക്കുന്നത് courage ആണ്. നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ പുതുഉണർവാണ്. പുതുനാമ്പുകൾ നിങ്ങളുടെ ലൈഫിൽ മുളക്കണം. ഇതുവരെ ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളെയും ഈ ഒരു വ്യക്തിയെയും അടിമുടി ആകപ്പാടെ ഉലച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് കരിഞ്ഞുണങ്ങി പോയ രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങുന്ന ഒരു സമയമായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വ്യക്തി ഇപ്പൊ ആഗ്രഹിക്കുന്നത് ഇതിന് പുതുനാമ്പുകൾ എന്തായാലും വേണം. പൂർണ്ണമായിട്ട് അവസാനിച്ചു നിൽക്കുന്ന ഈ ഒരു സ്ഥലം നമുക്കിവിടെ കാണാം, ഒരു തരിശു ഭൂമിയാണിത്. ഈ ഒരു തരിശു ഭൂമിയിലാണ് ഈ ഒരു ചെടി വളർന്നിരിക്കുന്നതും അതിൽ മൊട്ടിട്ട് പൂവായിട്ട് നിൽക്കുന്നതും. okay, അതായത് നിങ്ങളുടെ ബന്ധത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ തരിശു ഭൂമി എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഈ ഒരു തരിശു ഭൂമിയിൽ നിന്നും എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും രണ്ടുപേരും കൂടെ ഒന്നിച്ചു ചേരുകയാണെങ്കിൽ ഇതിലൊരു പുതുനാമ്പ് മുളക്കും എന്നൊരു വിശ്വാസം ഈ ഒരു വ്യക്തിക്കുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവരെന്തായാലും തയ്യാറെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവർ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചിന്തകൾ കൊണ്ടും എല്ലാം അതിന് തയ്യാറായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകാൻ തയ്യാറാവുന്നു. ഇവരുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആകുന്നുണ്ട് ഇവിടെ. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ, അല്ലെങ്കിൽ ഈ ഒരു മെഡിറ്റേഷൻസ് കാര്യങ്ങളിലൂടെ എല്ലാം തന്നെ പോകുന്നത് കൊണ്ട് നമുക്കിവിടെ കാണാൻ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു മെഡിറ്റേഷൻസിന്റെ ഭാഗമായിട്ട് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ ഇവർ കടന്നു പോകുമ്പോൾ ഇവർക്കൊരു ഹീലിംഗ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും ജീവിതത്തിൽ അടിമുടി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അത് അവർ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. യെസ്, എക്സ്പീരിയൻസിങ് ആണ്. അവർ ഒരുപാട് അത് എൻജോയ് ചെയ്യുന്നുണ്ട്. തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയമാണ് എങ്കിൽ പോലും അവർ നിങ്ങളുടെ ഒരു ഓർമ്മകളിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അവർ നിങ്ങളെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവരുടെ മുന്നിൽ. നിങ്ങൾ അവരുടെ മുന്നിൽ ഉണ്ട്. ആ ഒരു നിങ്ങളെ മുന്നിൽ കണ്ടിട്ടാണ് അവർ മുന്നോട്ടേക്ക് ഓരോ സ്റ്റെപ്പുകൾ വെക്കുന്നത്. നിങ്ങൾ മുന്നിൽ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിൽ, അല്ലെങ്കിൽ അവരുടെ എയിമിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. മൊമെന്റ് ടു മൊമെന്റ് നമുക്കിവിടെ ഓൾറെഡി വന്നിരുന്നു. ആ ഒരു എയിം എന്ന് പറയുന്നത്, അവരുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് നിങ്ങളാണ്. അപ്പൊ ഓരോ നിമിഷവും നിങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ ഒരു വ്യക്തി ഓരോ നിമിഷവും എൻജോയ് ചെയ്ത് മുന്നോട്ടേക്ക് വരുന്നത്. എൻജോയ് ചെയ്തു എന്നതിലൊക്കെ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് അവർ ഓരോ മൊമെന്റ്. അവരുടെ ജീവിതത്തിൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മൊമെന്റ്സിനെയും അവർ ഒരു കൊച്ചു കുട്ടിയെ പോലെയാണ് ഇപ്പൊ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ജീവിതത്തിൽ വലിയ വലിയ തെറ്റുകൾ പറ്റിയെങ്കിൽ പോലും മാറാത്ത മനുഷ്യരില്ല എന്ന് പറയുന്നത് പോലെ എത്ര വലിയ തെറ്റ് ചെയ്തവരാണെങ്കിലും അവർക്ക് മാറ്റങ്ങൾ സംഭവിക്കാം. okay, അത് accept ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അപ്പൊ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് ഇവർക്ക് എന്തായാലും ചേഞ്ച് ആയേ പറ്റുകയുള്ളൂ, ഇവർ മാറിയേ പറ്റുകയുള്ളൂ. ഇപ്പൊ ഇവരുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു നിഷ്കളങ്കതയാണ്. ആ ഒരു നിഷ്കളങ്കതയോട് കൂടിയാണ് ഇവർക്ക് ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഇവർ പൂർണ്ണമായിട്ട് ഇവർക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്കിവിടെ വന്നിരിക്കുന്ന കാർഡുകളിൽ എല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്, നമ്മൾ ലൈവ് ആയിട്ടാണ് എല്ലാം എടുത്തത് പോലും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒത്തിരി മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇവരുടെ ചിന്തകൾക്കൊക്കെ നല്ല രീതിക്ക് ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്. ലവേഴ്സ് കാർഡ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. കാരണം അവർ ആഗ്രഹിക്കുന്നത്, അവരുടെ ഫസ്റ്റ് വന്ന ട്രാൻസ്ഫോർമേഷനും ലാസ്റ്റ് വന്നത് ലവേഴ്സ് കാർഡും. കാരണം അവർ ആഗ്രഹിക്കുന്നത് അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ അവർ കടന്നുപോയി അവസാനം വന്ന് നിൽക്കേണ്ടത് നിങ്ങളിലാണ്. അവർക്ക് നിങ്ങളെ വേണം. അവരുടെ ആ ഒരു സത്യസന്ധമായ സ്നേഹത്തെ മുഴുവൻ നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും തരാനായിട്ടുള്ള ഒരു യാത്രയിലാണ്. ആ ഒരു യാത്രയിൽ അവർ നിങ്ങളെ മുന്നിൽ കണ്ടിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം സ്നേഹം നഷ്ടപ്പെട്ടു, കുറെ സ്നേഹം, പക്ഷെ ഇനി അത് എത്രത്തോളം ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു തരാൻ സാധിക്കുമോ അത്രത്തോളം ഇരട്ടിയായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു തരണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് അത്രത്തോളം നിങ്ങളെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അത്രയും ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു എനർജിയിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നത് മാനസികമായിട്ടും അതുപോലെ തന്നെ ഇവർക്കൊരു ഫിസിക്കൽ അട്രാക്ഷനും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ കാണാനൊക്കെ നല്ല സുന്ദരനോ സുന്ദരി അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഭംഗി പോലും ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. okay, നമ്മളുടെ സ്നേഹം എന്ന് പറയുന്നത് മനസ്സിന്റെ സ്നേഹമാണ് എങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഫിസിക്കൽ അട്രാക്ഷനും ഉണ്ട്. കാരണം അവർക്ക് അവരുടെ ലൈഫിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയെ അത്രത്തോളം ഒരു ഇന്റൻസിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. അവരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ വ്യക്തികളാണ് നിങ്ങൾ. കാലത്തിന്റെ ഒരു ബുദ്ധിമോശം, അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്താഗതികളുടെ ബുദ്ധിമോശത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം ഈ ഒരു ഔട്ട്സൈഡ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കയറി വന്നപ്പോൾ ഇവരുടെ മനസ്സൊന്ന് ഇടറിപ്പോയത്. അല്ലെങ്കിൽ ഈ ഒരു തേർഡ് സിറ്റുവേഷന്റെ ഭാഗത്ത് നിന്നുണ്ടായ എന്തെങ്കിലും രീതിയിലുള്ള കാരണങ്ങളായിരിക്കാം.
ഓക്കെ, പല റീസൺസ് ഉണ്ടാവാം. അപ്പൊ നമ്മളിവിടെ റീസൺസ് നോക്കിയിട്ടില്ല എന്തായാലും. അപ്പൊ ഈ ഒരു തേർഡ് പാർട്ടിയുടെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയായിരിക്കുമല്ലോ നിങ്ങളുടെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി അതിലേക്ക് പോയത് എന്നുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും ഇവരിപ്പോ ചിന്തിക്കുന്നത് ഇനി ആ ഒരു സിറ്റുവേഷൻസ് ഒന്നും ഇവരുടെ ലൈഫിൽ വേണ്ട. അവർ ആഗ്രഹിക്കുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് തുറന്നു പറയണം എന്നാണ്. എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യണം. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എല്ലാ രീതിക്കും ഒരു പുതിയ തുടക്കമായിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അതിന് പുതുനാമ്പുകൾ മുളയ്ക്കണം. ഇതുവരെ ഉണ്ടായിരുന്ന നെഗറ്റീവ് സിറ്റുവേഷൻസ് എല്ലാം തന്നെ ലൈഫിൽ നിന്നും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം. ഇവരൊരു എടുത്തുചാട്ടക്കാരായിട്ടുള്ള വ്യക്തികളും കൂടെ ആയിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. വളരെയധികം എടുത്തുചാട്ടമുള്ള വ്യക്തികളായിരുന്നു. ചിന്തിക്കാതെ പ്രവർത്തിക്കുകയായിരുന്നു ഇവരുടെ മെയിൻ ലക്ഷ്യം, അല്ലെങ്കിൽ മെയിൻ രീതി അതായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവർക്ക് ഒരുപാട് പേഷ്യൻസ് ഒക്കെ കൈവന്നിട്ടുണ്ട്. ഓക്കെ, ഇവർ ക്ഷമിക്കാൻ പഠിച്ചിരിക്കുന്നു, കാര്യങ്ങൾ ഇരുത്തി ചിന്തിക്കാൻ പഠിച്ചിരിക്കുന്നു. നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ചെല്ലുമ്പോൾ പെട്ടെന്ന് ചാടി കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെടുക, അങ്ങനത്തെ ഒരു രീതി ആയിരുന്നെങ്കിൽ ഇവർക്ക് അതിനൊക്കെ ഒരു മാറ്റം വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർക്ക് ഒരുപാട് ഒറ്റപ്പെട്ട സമയത്താണ് ഇവർക്ക് നിങ്ങളുടെ വാല്യൂ എന്തായാലും മനസ്സിലായിരിക്കുന്നത്. മൊത്തത്തിൽ പറഞ്ഞാൽ അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് പോയ സമയത്ത്, അങ്ങനത്തെ ഒരു സമയത്താണ് ഇവർക്ക് ആ ഒരു യഥാർത്ഥ കാര്യം മനസ്സിലായത്. എന്താണ് യഥാർത്ഥ സ്നേഹം, അല്ലെങ്കിൽ എന്താണ് ഒരു ആത്മാർത്ഥത, അതിന്റെയൊക്കെ ഒരു ഡെപ്ത് മനസ്സിലായിരിക്കുന്നത് ഇപ്പോഴാണ്. നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഇവിടെ അബണ്ടൻസ്, അതുപോലെ തന്നെ ഫ്ലവറിങ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു ജീവിതത്തിന്റെ സന്തോഷവും സമൃദ്ധിയുമാണ്. എല്ലാ രീതിക്കും ഒരു സമൃദ്ധി കൈവരണം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ. ഇനി ഒരു രീതിയിലും നിങ്ങളെ വിട്ടുകൊടുക്കാനായിട്ട് ഈ ഒരു വ്യക്തി തയ്യാറല്ല എന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. മറ്റാർക്ക് വേണ്ടിയും ജീവിതത്തിൽ നിങ്ങളെ വിട്ടുകൊടുക്കാനായിട്ട് ഇവരെന്തായാലും തയ്യാറല്ല. നിങ്ങളെ ഇവർക്ക് വേണം, പൂർണ്ണമായിട്ട് തന്നെ നിങ്ങളെ ഇവർക്ക് വേണം. അതിന് വേണ്ടിയിട്ട് സ്വയം മാറാനായിട്ട് ഇവരിപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതുവരെ ഇവരുടെ, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഒരു ദേഷ്യം കുറക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ആവരുത് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്തെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ പോകുന്ന വ്യക്തികളായിരുന്നിരിക്കാം. പക്ഷെ ഇപ്പൊ ഇവർക്ക് അതൊക്കെ മനസ്സിലായിട്ടുണ്ട്. കാരണം നിങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ ഒരു ശല്യമായിട്ടൊക്കെ ഇവർക്ക് ആ ഒരു സമയത്തൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ ഒരു ആബ്സെൻസ് ഇവർക്ക് എത്രമാത്രം ഇവരെ പെയിൻ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഒറ്റപ്പെടൽ, ആ ഒരു ലോൺലിനെസ് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമാണ്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴുള്ള ഒരു വേദന എന്ന് പറയുന്നത് എത്രത്തോളമാണ്. ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി കൂടെ ഇല്ലാത്തതിന്റെ ആ ഒരു പെയിൻ എത്രമാത്രം വലുതാണെന്നൊരു ചിന്ത ഇവരുടെ ഉള്ളിൽ വളരെയധികം തോന്നിക്കൊണ്ടിരിക്കുന്നതായിട്ട്. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നതനുസരിച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു വലിയ ട്രാൻസ്ഫർമേഷന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രോസസ്സിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ടൈമിൽ സ്പെൽ വർക്കുകൾ, മാനിഫെസ്റ്റേഷൻ, മെഡിറ്റേഷൻ, അഫർമേഷൻ ഇതൊക്കെ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം പോസിറ്റീവ് മൈൻഡോടുകൂടി തന്നെ അതിനെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഭാഗമായിട്ട് ഈ ഒരു പേഴ്സൺ അട്രാക്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു കറക്റ്റ് ടൈം നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ ഇവർ നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. അതിന്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്ത് ഏഞ്ചൽസിന് നിങ്ങളോട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ഏഞ്ചൽസിന് നിങ്ങളോട് എന്താണ് പറയാനുള്ളത്? ഫോർഗീവ്നെസ് വന്നിട്ടുണ്ട്. ഈ ഒരു പേഴ്സൺ ഒരു തേർഡ് സിറ്റുവേഷന്റെ കൂടെ ആയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിലേക്ക്, തേർഡ് പാർട്ടി ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്ത സമയത്താണ് ഈ ഒരു വ്യക്തി മാറിപ്പോയത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇവർക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇവരോട് ഒരുപാട് സ്നേഹമുണ്ട്, നിങ്ങൾ ഇവരോട് ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ ക്ഷമിക്കൂ. ഓക്കെ, നിങ്ങൾ ക്ഷമിക്കൂ എന്ന് തന്നെയാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. കാരണം നിങ്ങൾ ക്ഷമിക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഇവരൊരു നല്ല രീതിക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സിന് മനസ്സിലായിരിക്കുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ഒരു ഇടപെടലാണ് ഇതിന് കാരണം. അപ്പൊ നിങ്ങൾ അത് ഫൊർഗീവ് ചെയ്തേക്കൂ. നിങ്ങൾക്കത് തിരിച്ചെടുക്കാനായിട്ട്, വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ലെറ്റ് ഗോ. നിങ്ങളുടെ ലൈഫിൽ നിന്നും വിട്ടുകളയേണ്ട കാര്യങ്ങളൊക്കെ അതെല്ലാം തന്നെ നിങ്ങൾ വിട്ടുകളയുകയും ചെയ്യുക. കാരണം നിങ്ങൾക്ക് വരാനിരിക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ വിട്ടുകളഞ്ഞിട്ട് പോകേണ്ട കാര്യങ്ങളെല്ലാം ലൈഫിൽ നിന്ന് വിട്ടുകളഞ്ഞിട്ട് പോയേക്കുക. അതുപോലെ ക്ഷമിക്കേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ക്ഷമിച്ചേക്കുക. നിങ്ങൾ അങ്ങനെ മൈൻഡിനെ, നിങ്ങളുടെ മൈൻഡിൽ ഇട്ടിട്ട് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് അനുവദിക്കാതിരിക്കുക. അത് നിങ്ങളുടെ മൈൻഡിനെ കൂടെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകും. ഓക്കെ,
ഗെറ്റ് മോർ ഇൻഫർമേഷൻ. ഈ ഒരു വ്യക്തിയുടെ ട്രാൻസ്ഫോർമേഷന്റെ കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, മേ ബി ഇതിൽ പല വ്യക്തികളെയും ചിലപ്പോൾ അവരുടെ പേഴ്സൺ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇനി മറ്റ് വ്യക്തികൾ ചിന്തിക്കുന്നത് അവർക്ക് മാറ്റങ്ങൾ ഉണ്ടായെന്ന് എങ്ങനെ അറിയാൻ പറ്റുക, അത് സത്യമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും എന്നാണെങ്കിൽ, ഇവിടെ ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് അതിനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തീർച്ചയായിട്ടും ഇൻഫർമേഷൻ രീതിയിൽ എത്തും. നിങ്ങൾക്കത് അറിയാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഇവരുടെ മാറ്റം നിങ്ങളുടെ കൺമുന്നിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇറ്റ്സ് അപ് ടു യു. എല്ലാം നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന, ഞാൻ ഓൾറെഡി ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന, നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് മൈൻഡ് ആണ് ഈ ഒരു കാര്യങ്ങളുടെ സ്പീഡ് കൂടുതൽ കൂട്ടുന്നത്. നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ വരാനുള്ള ഒരു സ്പീഡ് കൂട്ടുന്നത് നിങ്ങളുടെ ഒരു ചിന്താഗതിയുടെയാണ്. നിങ്ങളുടെ മൈൻഡിലേക്ക് നെഗറ്റീവ്സ് വരാതെ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് പെട്ടെന്ന് ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഐ മീൻ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് ഈ ഒരു കാര്യത്തിൽ, നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ, നടക്കുന്ന കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ, നമുക്ക് ഇതിനെ കുറച്ച് ക്ലോസ് കൂടെ നോക്കാം. ഓക്കെ. കെ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ബി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ബാംഗ്ലൂർ എന്ന് വന്നിട്ടുണ്ട്. മലപ്പുറം എന്ന് വന്നിട്ടുണ്ട്. ആലപ്പുഴ വന്നിട്ടുണ്ട്. വയനാട് വന്നിട്ടുണ്ട്. വിത്തിൻ 3 months എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്കൊരു 3 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതാണ്. ജൂലൈ മന്ത് വന്നിട്ടുണ്ട് ട്ടോ. നെക്സ്റ്റ് മന്ത് ആണ് ജൂലൈ എന്ന് പറയുന്നത്. അപ്പൊ മേ ബി നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സൺ ജൂലൈ മന്ത്, നെക്സ്റ്റ് മന്തിൽ തന്നെ വരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. എറണാകുളം എന്നൊരു സ്ഥലം വന്നിട്ടുണ്ട്. അതർ കൺട്രീസ് വന്നിട്ടുണ്ട് ട്ടോ. അപ്പൊ ഇന്ത്യക്ക് പുറത്തുള്ള വ്യക്തികളും ഉണ്ടായിരിക്കാം. നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. കാലിക്കറ്റ് വന്നിട്ടുണ്ട്. ജെ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. വിത്തിൻ 6 months വന്നിട്ടുണ്ട്. കണ്ണൂര് വന്നിട്ടുണ്ട്. എച്ച് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ഇടുക്കി വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രം വന്നിട്ടുണ്ട്. കൊല്ലം വന്നിട്ടുണ്ട്. പാലക്കാട് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല, അല്ലാതെയും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിനകത്ത് എനർജീസ്, ക്ലൂസ് അതെല്ലാം തന്നെ നിങ്ങൾക്ക് മാച്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലെയിം ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇത് കമന്റ് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ല ഒരു റീഡിംഗുമായിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.